കുറ്റാലത്ത് നമ്മുടെ കേരള സ്റ്റേറ്റിൻ്റെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ പാലസ് സ്ഥിതി ചെയ്യുന്നുണ്ട്. വിനോദസഞ്ചാരികൾ എത്തുകയാണെങ്കിൽ ഇവിടെ താമസിക്കാനുള്ള ഫെസിലിറ്റിയും ഫുഡും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. അതുകൂടാതെ ധാരാളം സ്വകാര്യ ലോഡ്ജുകളും ലഭ്യമാണ്. കോട്ടേജുകളും ഒപ്പം തന്നെ സെപ്പറേറ്റ് ഫാമിലിയായിട്ട് താമസിക്കാനുള്ള വീടുകളും സഞ്ചാരികൾക്കായി ഇവിടെ ലഭ്യമാണ്. ഈ പ്രദേശത്ത് ഉള്ള വ്യാപാരികളുടെ വ്യാപാരം എന്ന് പറയുന്നത് ഈ കിട്ടുന്ന 4 മാസത്തെ വ്യാപാരമാണ് മെയിനായിട്ട് കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു 4 മാസം മന്ദഗതിയാണ് വ്യാപാരം. പിന്നെ പോയിട്ട് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഒന്നുമില്ല. എന്ന ഒരു സ്ഥിതിഗതികളാണ് ഇവിടുത്തെ വിനോദസഞ്ചാര മേഖലയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ തിരക്കുള്ള ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചു. 10 പൈസയ്ക്കുള്ളുകാർ. തിരക്കുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചായ നല്ലതായിരിക്കും. പിന്നെയാണ് മനസ്സിലായത് കുളി കഴിഞ്ഞ് വരുന്നവരാണ് ഇവിടെ ഈ തിരക്ക് കൂട്ടി ഈ ചായ കുടിക്കുന്നതുണ്ട്. അരമണിക്കൂറും ഒരു മണിക്കൂർ നേരമൊക്കെ വെള്ളത്തിൽ നിന്നിട്ട് വരുന്നവർക്ക് ഒരു ചൂട് ചായ കിട്ടുമ്പോൾ വലിയൊരു ആശ്വാസമാണ്. കുറ്റാലം തമിഴ്നാട്ടിൻ്റെ വിനോദസഞ്ചാര മേഖലയിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. കുറ്റാലത്ത് വിനോദസഞ്ചാരികളെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എത്തുന്നത് തമിഴർ തന്നെയാണ്. പ്രത്യേകിച്ചും തമിഴ്നാടിൻ്റെ വടക്കൻ ജില്ലയായ കാഞ്ചീപുരം, ചെന്നൈ, വിഴുപ്പുരം, നമ്മുടെ അങ്ങനെയുള്ള ആ പ്രദേശത്തെ ജില്ലക്കാരാണ് ധാരാളം കുറ്റാലത്ത് എത്തിച്ചേരുന്നത്. എന്നാൽ കേരളത്തിൽ നിന്നും എത്തുന്നവരാവട്ടെ തിരുവനന്തപുരം, കൊല്ലം, അത്യാവശ്യം പത്തനംതിട്ട എന്നീ 3 ജില്ലകളിൽ നിന്നുള്ളവരാണ് കേരളത്തിൽ നിന്നും വരുന്നത്. അല്ലാതെയുള്ളവർ വളരെ അപൂർവമായിട്ട് വന്നാൽ വന്നു എന്നല്ലാതെ കുറ്റാലം കാണാനായിട്ട് അവർ കാണാനോ അല്ലെങ്കിൽ ഇവിടെ കുളിക്കാനോ ഒന്നും താല്പര്യപ്പെട്ട് കേരളത്തിൽ നിന്ന് അങ്ങനെ അധികം വിനോദസഞ്ചാരികൾ എത്താറില്ല. എന്നാണ് ഇവിടുത്തെ വ്യാപാരികളിൽ നിന്നും അന്വേഷിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുപോലെ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ വരുന്നതും ഈ മെയിൻ ഫാൾസിലാണ്. ഇവിടെ കാര്യമായ നിയമ തടസ്സങ്ങളൊന്നുമില്ല. ഒരുപക്ഷെ സീസണിൽ ഫാൾസിൻ്റെ ശക്തി കൂടുകയോ മറ്റും ചെയ്യുകയാണെങ്കിൽ ഒരു നിയന്ത്രണം ഉണ്ടാവും.